ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാനൊരു ചാനലുണ്ട്, അത് വേറൊന്നുമല്ല, മോട്ടു വെബിലുമാണ്. ഇഷ്ടമുള്ളവർ കാണുക, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ലോങ് വീഡിയോ ആണ് ഇടുന്നത്. പിന്നെ ഇത് ചിക്കൂർ വണ്ടി നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ ഇവനെ എടുക്കാൻ പോവാണ്. മതി, കൊറേ നേരായല്ലോ ഇത്. അത് ശരി, ഇത് കൊള്ളാമല്ലോ. നല്ല ചിരിയുണ്ടോ? എല്ലാവർക്കും നല്ല ചിരിയുണ്ടാ? എങ്ങനെ ഉണ്ടായിരുന്നു? എന്താ ഇത് മതിയോ? ഇപ്പോഴും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. രണ്ടുപേരും പോയി എടുക്കുന്നത് ചൂടായിട്ടുള്ള സമൂസ ഉണ്ടാക്കി കൊണ്ടുപോവാ. ഇല്ലെങ്കിൽ ഞാൻ രണ്ടിനെ ഇപ്പൊ സമൂസയാക്കി മാറ്റും. വേഗം ഒരു 4 സമൂസ അകത്താക്കിക്കോ. എന്നാ പിന്നെ നിന്റെ സമൂസയുടെ പവറിന്റെ മുമ്പില് ഇദ്ദേഹത്തിന്റെ പവർ വർക്ക്ഔട്ട് ആവില്ല. ശരിക്കുള്ള ചായക്കടക്കാരനൊന്നുമല്ല. ശരിക്കുള്ള ചായക്കടക്കാരനെ കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് സമൂസ ഇഷ്ടമാണോ? ഇഷ്ടമുള്ളവർ കമന്റ് ചെയ്യാം. നമുക്ക് ആ ചായക്കടക്കാരനെ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. ആരാ നമ്മുടെ വീട് ഇത്രയും അലങ്കോലമാക്കിയത്? എനിക്ക് തോന്നുന്നത് നമ്മുടെ ശരിക്കുള്ള ചായക്കടക്കാരൻ ചേട്ടനെ നാട് മുഴുവൻ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഡ്യൂപ്ലിക്കേറ്റ് ചായക്കടക്കാരൻ നമ്മളെ തെരഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവുമെന്നാ. നമ്മളെ കാണാത്തത് കൊണ്ട് വീട് ഇങ്ങനെ വലിച്ചു വാരി ഇട്ടിട്ട് പോയിട്ടുണ്ടാവും. ഞാൻ ഇപ്പൊ തന്നെ ചിങ്കം സാറിനെ ഒന്ന് വിളിക്കട്ടെ. ഒരു മിനിറ്റ്. ഹലോ ചിങ്കം സാറേ, ഞങ്ങൾക്ക് ചായക്കടക്കാരന്റെ പുറത്ത് ഒരു കംപ്ലൈന്റ് തരാനുണ്ട്. അതെ സാറേ. ഞാനിതാ വന്നു. മമ്മി, ഡാഡി, എന്നെ ഇടിച്ച് ചമ്മന്തിയാക്കി. നിങ്ങൾക്ക് ഡോക്ടർ ജഗ്ഗയും ഗസിജറാമിനും ഇഷ്ടമുള്ളവർ കമന്റ് ചെയ്യണം. മോട്ടു ബാബിനും ഇഷ്ടമുള്ളവർ കമന്റ് ചെയ്യണം. ചിന്ന സാറിന് ഇഷ്ടമുള്ളവർ കമന്റ് ചെയ്യാനാണ്. എന്റെ ചങ്ക, എന്റെ ബ്രോ, എത്രയാ ബാക്കി വെച്ചിരിക്കുന്ന വേഗം പറ. മര്യാദയ്ക്ക് അതൊക്കെ തന്നേക്ക്. അല്ലെങ്കിൽ അവൻ ഞങ്ങളെ തല്ലി തരിപ്പണാക്കി മോട്ടു എവിടെയാന്ന് ചോദിച്ച് ഞങ്ങളെ എപ്പോ നോക്കിയാലും എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ചായക്കടത്തേക്ക് ഞാൻ ഇത്രയും തല്ലി വാങ്ങിയിട്ടില്ല. ചിങ്കം സാറേ, ഞങ്ങൾ അയാൾക്ക് 1 രൂപ പോലും ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഒറിജിനൽ ചായക്കടക്കാരൻ ചേട്ടനല്ല, വേറെ ആരോന്നാ തോന്നുന്നത്. ചിങ്കം സാറേ, ഞങ്ങളെ കടൻ ബാക്കി വെച്ചിട്ടൊന്നും അറിയില്ല. പക്ഷെ ഞങ്ങൾ വാങ്ങിയത് നിങ്ങൾക്കുള്ള ബാക്കി ഞങ്ങൾ തന്നേ പറ്റൂ. മോട്ടു അയാൾ ടീ കടക്കാരൻ ചേട്ടനാണോ അല്ലേന്ന് അയാളുടെ അടുത്ത് പോയി ചോദിക്കാൻ വാ. ഇനിയും നമ്മൾ ഒളിച്ചിട്ടും ഓടിയിട്ടൊന്നും ഒരു പ്രയോജനം ഇല്ലാന്നാ തോന്നുന്നേ. വരൂ.